ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാപ്പാറക്കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ച് കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഈ വേനൽക്കാലത്തും യാഥാർത്ഥ്യമായില്ല. വേനൽക്കാലത്ത് പുഴയിലൂടെ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടക്കുമെങ്കിലും മഴ പെയ്ത് പുഴയിൽ വെള്ളം ഉയർന്നതോടെ മാങ്ങാപ്പാറക്കുടിയിലേക്കുള്ള വാഹന ഗതാഗതം നിലയ്ക്കും. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറക്കുടി. കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ച് കടക്കണം. പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനടയാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട്. വേനൽക്കാലത്ത് വാഹനങ്ങൾ പുഴയിലൂടെ അക്കരെ കടക്കും. എന്നാൽ മഴക്കാലത്ത് യാത്ര പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയരുന്നത്. ഈ കാണുന്ന ആറ് ഭയങ്കരമായിട്ട് വെള്ളമായിരിക്കും. ഒരു വണ്ടിയോ ആൾക്കാർക്ക് നടന്നു പോകാനോ അങ്ങനെയൊന്നും പറ്റുന്ന സാഹചര്യമല്ല. ഈ ആറ് കടന്ന് അക്കരയ്ക്ക് കയറുമ്പോഴത്തേക്ക് ആദിവാസി കുടിയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് മഴക്കാലമായ പുറത്തേക്ക് കടക്കാനോ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാനായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര. ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ. മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. മഴ കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിലെത്താനുള്ള രോഗികളുടെ യാത്രയും ഒക്കെ ക്ലേശകരമാകും. മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം കൂടി നിവാസികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മഴക്കാലമായാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അസാധ്യമാണ്. ഈ മഴക്കാലത്തും പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് മാങ്ങാപ്പാറക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.